ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏസർ കമ്പനിയുടെ നൈട്രോ N5 എന്ന ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് മേടിച്ചിരിക്കുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. സോ ലാപ്ടോപ്പിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്നൊരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ലാപ്ടോപ്പ് മേടിച്ചത് ഫ്ലിപ്കാർട്ട് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണ്. ഇതിൻ്റെ വില വരുന്നത് 95,000 രൂപയാണ്. ഓഫറും പിന്നെ HDFC ബാങ്കിൻ്റെ ഓഫേഴ്സും എല്ലാം കഴിച്ച് ഒരു 72,000-70,000 ഇടയിലാണ് ഇത് മേടിച്ചത്. സോ ഇതിന് വേരിയേഷൻസ് വരുന്നുണ്ട്. പല സമയത്ത് ഓഫേഴ്സ് ഉള്ളപ്പോൾ വില കുറഞ്ഞും കൂടിയും നിൽക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തരാം. ഇൻ്റൽ കോർ i5 10th ജനറേഷൻ പ്രോസസ്സറാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 8 GB ആണ് ഇതിൻ്റെ റാം വരുന്നത്. 32 GB വരെ ഇത് അപ്ഗ്രേഡബിൾ ആണ്. അടുത്തതായി ഇതിൻ്റെ അടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. NVIDIAയുടെ GeForce GTX 1650 എന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത്. ആയതിനാൽ ഇതിൻ്റെ മെമ്മറി അല്ലെങ്കിൽ എന്താ പറയുക, ഗെയിംസ് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. 15.6 ഇഞ്ചോട് കൂടിയ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. 256 GB SSD ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷതയാണ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് അതിനെ അറിയപ്പെടുക. ഇതിൻ്റെ ഫീച്ചർ എന്താ വെച്ചാൽ പുതിയത് വരുന്ന ലാപ്ടോപ്സ് അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ഈ ഫീച്ചർ കണ്ടുവരുന്നു. ഇത് ഫ്ലാഷ് മെമ്മറി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത്. 64-bit Windows 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ ഒരു കിഡിലൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഡിയോ തന്നെയാണ്. അൾട്രാ ബാസോട് കൂടി, അതായത് വളരെ എഫക്റ്റീവായിട്ട് സ്മാർട്ട് ആംപ്ലിഫയറൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ സൗണ്ടിനൊരു പതർച്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്ലിയറാണ്. ആൻഡ് ഐ ആം സൂപ്പർ ഡൂപ്പർ ഹാപ്പി വിത്ത് ദ സൗണ്ട്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒഫീഷ്യൽ ഫീച്ചേഴ്സാണ്. ഇനി ഞാൻ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കീബോർഡാണ് അല്ലെങ്കിൽ കീപാഡാണ്. അതായത് അതിൻ്റെ ലൈറ്റിംഗ് ഫെസിലിറ്റി. നമുക്കിപ്പോൾ നൈറ്റ് ആയാലും ഉപയോഗിക്കുമ്പോൾ യൂഷ്വൽ ലാപ്ടോപ്സിൽ ലൈറ്റ്സിൻ്റെ കുറവുണ്ടാവാറുണ്ട്. നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ. ഇതിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് പല കളറിൽ, അതായത് അട്രാക്റ്റീവും പിന്നെ എഫക്റ്റീവുമായ ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട രണ്ടാമത്തെ ഫീച്ചർ കൂളിംഗ് പാഡ്സാണ്. 4 കൂളിംഗ് പാഡ്സാണ് ലാപ്ടോപ്പിൽ ഇൻബിൽട്ടായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് എമിഷൻ അവിടെ നടക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി എടുത്തു പറയേണ്ട അടിപൊളി ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് സൈഡിൽ നിന്നും മാറി ബാക്കിലോട്ടാക്കിയിട്ട് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ചാർജിങ് വരുന്നത്. അപ്പോൾ അതൊരു ഗുഡ് ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു കിറ്റാണ്, ഒരു ഗൈഡാണ്, യൂസർ ഗൈഡ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അവർ വെച്ചിരിക്കാം. വില കുറച്ച് കൂടുതലാണെങ്കിലും എന്തുകൊണ്ടും ഗെയിമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ലാപ്ടോപ്പ് തന്നെയാണ്. ഈ ലാപ്ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ സ്റ്റോറേജിനെ പറ്റി പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പണം പോട്ടെ പവർ വരട്ടെ എന്നാഗ്രഹിക്കുന്ന ഏതൊരു കൂട്ടുകാരനും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.